പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ശുദ്ധീകരണം. അത് മാലിന്യം ഇല്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷമുണ്ടാക്കുകയും അലസതയകറ്റുകയും ചെയ്യും. ശുദ്ധീകരണം രണ്ടു രൂപത്തിലുണ്ട്: ഫർളായ ശുദ്ധീകരണവും സുന്നത്തായ ശുദ്ധീകരണവും. സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. ചില കാര്യങ്ങൾക്ക് മുൻപ് വുളു സുന്നത്തുണ്ട്, ചില കാര്യങ്ങൾക്ക് ശേഷം വുളു സുന്നത്തുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾക്ക് മുൻപ് കുളി സുന്നത്തുണ്ട്, ചില കാര്യങ്ങൾക്ക് ശേഷം കുളി സുന്നത്തുണ്ട്. അങ്ങനെയാണ് ആ 4 ഭാഗങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ വിശദമായ തലത്തിലേക്ക് കടന്നു നോക്കാം. സുന്നത്തായ വുളു, സുന്നത്തായ കുളി, ഇങ്ങനെ 2ആയി തരം തിരിച്ച് മുമ്പും ശേഷവും എന്ന തരത്തിലേക്ക് ഓരോന്നിനെയും മാറ്റുമ്പോൾ നമുക്ക് 4 ഭാഗമായി അതിനെ ലഭിക്കുന്നതാണ്. മുമ്പ് വുളു സുന്നത്തായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുൻപ് നമ്മൾ വുളു എടുക്കൽ സുന്നത്താണ്. ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ശർഈയായ അറിവ് പഠിക്കുക, കുളിക്കുക. കുളിക്കുന്നതിന് മുൻപ് വുളു സുന്നത്തുണ്ട്. പള്ളിയിൽ പ്രവേശിക്കുക, മയ്യത്തിനെ ചുമക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, ഉറങ്ങുക, ബാങ്ക് വിളിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുൻപ് വുളു എടുക്കൽ സുന്നത്തുള്ളതാണ് പറഞ്ഞത്. ഇനി വുളു എടുക്കൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തതിനു ശേഷം സുന്നത്ത് അതേതാണെന്ന് നമുക്കൊന്ന് നോക്കാം. നഖം മുറിക്കുക. നഖം മുറിച്ചതിന് ശേഷം വുളു എടുക്കൽ സുന്നത്തുണ്ട്. മീശ വെട്ടുക, തലമുടി വെട്ടുക, കോപമുണ്ടാകുമ്പോൾ, ദേഷ്യം പിടിക്കുമ്പോൾ വുളു എടുക്കുക. നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് തവണ ചെയ്യേണ്ട വുളു ആയിരിക്കും ചിലപ്പോൾ അത്. കോപമുണ്ടാകുമ്പോൾ വുളു എടുക്കുക. അത് കോപത്തെ ശമിപ്പിക്കാനും ആ ചിന്തകളിൽ നിന്ന് നമ്മെ മാറ്റി ഒരു നല്ല ചിന്തയിലേക്ക് വരാനും ആണ് ഈ വുളു എടുക്കുന്നത്. ഛർദിക്കുക, മയ്യത്തിനെ തൊടുക, ചുംബിക്കുക എന്നുള്ളതൊക്കെ ചെയ്താൽ വുളു എടുക്കൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ വളരെ മോശകരമായ, കുറ്റകരമായ സംസാരം സംസാരിക്കുക, വുളു മുറിഞ്ഞോ എന്ന് സംശയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ വുളു എടുക്കൽ സുന്നത്താണ്.